ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് 2 കല്യാണത്തിന് പോകണം. നല്ല തിരക്കുണ്ട്. ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ ഇന്ന് സമയമില്ല കേട്ടോ. എങ്കിലും ഞാൻ മാക്സിമം എനിക്ക് പറ്റാവുന്ന പോലെയൊക്കെ കുറച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് ഞാൻ ഒരു ദിവസത്തെ വീഡിയോ ഒപ്പിച്ചതാണ്. എന്ന് വെച്ചാൽ ഇന്നിപ്പം 2 കല്യാണം ഉള്ളതിൽ ഒരു കല്യാണത്തിന് നമ്മൾ രാവിലെ തന്നെ കല്യാണത്തിന് പോയിട്ട് കവറൊക്കെ കൊടുത്തിട്ട് പോരും. പിന്നെ വേറൊരു കല്യാണം ഉള്ളത് നമ്മൾ വൈകുന്നേരം റിസപ്ഷനാണ് പോകുന്നത്. അപ്പോൾ അന്നേരം എല്ലാവരും കൂടെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ രാവിലത്തെ കല്യാണത്തിന് പോകുമ്പം ചേട്ടായിയും മോനും ഉണ്ട്. അവർ രണ്ടുപേരും കൂടെ പോണത്. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് പുട്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ പുട്ട് ഉണ്ടാക്കുന്നത് വെച്ചാൽ ഇഡ്ഡലിക്കുട്ടകത്തിൽ വെള്ളം വെച്ചിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കും. എന്നിട്ട് പൊടിയെല്ലാം നനച്ചിട്ട് അതിലേക്ക് ജീരകമൊക്കെ പൊട്ടിച്ചിട്ട് പൊടി നന്നായിട്ട് നനച്ചെടുത്തിട്ട് പാത്രത്തിലേക്ക് വാരി വെച്ചിട്ട് തേങ്ങയും കൂടെ കുറച്ച് അതിൻ്റെ പുറത്തിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആവി വന്നു കഴിയുമ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ല ടേസ്റ്റായ പുട്ടാണ്. ഒരുപാട് സമയവും ഇല്ല, എടുക്കില്ല, നമുക്ക് പെട്ടെന്ന് ജോലിയും കഴിയും. അപ്പോൾ അങ്ങനൊരു പുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പുട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചേട്ടായി റേഷൻ കടയിൽ പോയിട്ടുണ്ടായിരുന്നു. മണ്ണെണ്ണ വാങ്ങിയിട്ട് വന്നാണ്. നമുക്ക് 3 മാസം കൂടുമ്പോഴാണല്ലോ 1 ലിറ്റർ മണ്ണെണ്ണ കിട്ടുന്നത്. അപ്പോൾ മണ്ണെണ്ണ കൊണ്ടുവന്നതാണ് കേട്ടോ ഞാനത് എടുത്ത് കാണിച്ചത്. പിന്നെ നമ്മൾ പൊടിയൊക്കെ നനച്ച് വെച്ചിരിക്കുകയായിരുന്നല്ലോ, അപ്പോൾ അതൊന്ന് ഇഡലി പാത്രത്തിലേക്ക് മാറ്റിയണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് വീഡിയോ കാണാൻ വരുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കിയേക്കണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടുകയും വേണം. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടപ്പ് വെച്ച് അടച്ചിട്ട് നമുക്കൊന്ന് ആവി വന്നിട്ട് എടുക്കാം. ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കൂ. പണ്ട് കാലങ്ങളിലെ അമ്മമാരൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്, ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് അങ്ങനെ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഉണ്ടാക്കിയിട്ട്. പുട്ടിന് പിന്നെ പ്രത്യേകിച്ച് കറിയൊന്നും ഞാൻ വെക്കുന്നില്ല. പഴം ഇരിപ്പുണ്ട്, നല്ല പഴുത്ത പഴം തന്നെയാണ്. പാളയംകുടം പഴമുണ്ട്, ഏത്തപ്പഴവും ഉണ്ട്. അപ്പോൾ അത് കൂട്ടി കഴിക്കാനൊക്കെ പോയാണ്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്ന് മോൾക്ക് ക്ലാസ്സുണ്ട്. മോള് ക്ലാസ്സിന് പോയിട്ട് വൈകിട്ട് വന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ റിസപ്ഷന് പോകുന്നത്. അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഒരു തവി വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. നല്ല പൊടി പോലത്തെ പുട്ടാണ്. ഒട്ടും കെട്ടാതെ നമുക്ക് കിട്ടും. നല്ല ടേസ്റ്റുമാണ്. ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുക കേട്ടോ. എൻ്റെ അമ്മ ഇതുപോലെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ മോളെ ഒന്ന് ബസ് സ്റ്റോപ്പ് വരെ വിടാനായിട്ട് മോൻ പോവുകയാണേ. മോൻ പോയിട്ട് തിരിച്ച് വന്നപ്പം നമുക്ക് ഉച്ചയ്ക്ക് കറി വയ്ക്കാനുള്ള മീനും ഒക്കെ വാങ്ങിയിട്ടാണ് വന്നത്. അപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നു വെച്ചാൽ ഞണ്ടും വാങ്ങിയിട്ടുണ്ടായിരുന്നു, നങ്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതൊന്ന് കറിയാക്കിയൊക്കെ എടുക്കണം. അപ്പോൾ ചേട്ടായിയുടെ സഹോദരിയും മോനും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് മീനെല്ലാം ക്ലീനാക്കി കറിയൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഞണ്ട് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഇത് മുളകിൽ തന്നെ കറി വയ്ക്കാൻ വേണ്ട തേങ്ങ വറുത്തരച്ചിട്ടാണ് കേട്ടോ വയ്ക്കുന്നത്. അങ്ങനെ കറിയൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വറയും കൂടെ താളിച്ച് ഒഴിച്ചു കൊടുത്തതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി നമുക്ക് റെഡിയായി. ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഞണ്ട് കറിയുടെ ഒക്കെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഇടാം. പിന്നെ മുട്ടയും പൊരിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു മെഴുക്ക് പുരട്ടിയും തോരനും. അപ്പോൾ എല്ലാവരും ഊണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും കുറേ നാൾ കൂടിയാണ് എല്ലാവരുമൊക്കെ ഒന്നിച്ച് കാണുന്നത്. അപ്പം വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറേ സമയം അവിടെയൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചായ ഇട്ടിട്ടുണ്ടായിരുന്നു. ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വൈകുന്നേരം പോകാനൊക്കെ റെഡി ആയിട്ടുണ്ട്. മോള് ക്ലാസ് കഴിഞ്ഞൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ റിസപ്ഷന് പോകാനൊക്കെ റെഡി ആയതാണ്. അപ്പം ഞാൻ ചുമ്മാ ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇവിടെ മക്കളിരിപ്പുണ്ട്, നാത്തൂൻ്റെ മോനും ഇരിപ്പുണ്ട്. അവർ TV വെച്ചിട്ട് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടൊക്കെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പോകാൻ വേണ്ടിയിട്ട് വണ്ടി വിളിച്ച് 2-3 പേരെ വിളിച്ചെങ്കിലും കിട്ടിയില്ല. അപ്പോൾ ഈ കല്യാണമൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും നല്ല തിരക്കിലൊക്കെയാണ്. പിന്നെ നാത്തൂൻ്റെ മോൻ സ്റ്റാൻഡിൽ ചെന്നിട്ട് വിളിക്കാമെന്നും പറഞ്ഞിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണേ. അപ്പോൾ നമുക്കിവിടെ അടുത്ത് തന്നെയാണ്, ഒരുപാട് ദൂരമൊന്നുമില്ല. അപ്പോൾ തിരിച്ചു വരുമ്പം നാത്തൂനും മോനും അതുവഴി തന്നെ അവർ വീട്ടിലേക്ക് പോകും. അപ്പോൾ ഇവിടെ സിറ്റ് ഔട്ടിൽ ചേട്ടായിയും ചേട്ടായിയുടെ സഹോദരിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഒരുങ്ങിയതല്ലേന്ന് ഓർത്തിട്ട് വീഡിയോസും ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വണ്ടി വന്ന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ള. അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.